നമുക്കിനി 9ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതായദ്വിനിശ്ചിതം പുംസമേകാന്തത ശ്രേയസ്തന്ന ശംസിതുമർഹസി. തത്ര തത്ര അഞ്ജസ ആയുഷ്മൻ. തത്ര എന്ന് പറഞ്ഞാൽ അത്, പിന്നെ ഉള്ള വാക്ക് തത്ര അഞ്ജസ ആയുഷ്മൻ എന്നുള്ളിടത്ത് തത്ര അഞ്ജസ ആയുഷ്മൻ, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെ. അപ്പോൾ തത്ര തത്ര അതാതില് അഞ്ജസ പരമാർത്ഥമായിട്ട്, ആയുഷ്മൻ എന്ന് പറഞ്ഞാൽ അല്ലയോ ദീർഘായുസ്സുള്ളവനെ, ഇവിടെ സൂതനോടാണ് പറയുന്നത്, ഋഷിമാർ പറയുന്നതാണ്. അല്ലയോ ദീർഘായുസ്സുള്ളവനെ സൂത, തത്ര തത്ര അതാതില് ഭവതാ യദ്വിനിശ്ചിതം. ഭവത എന്ന് പറഞ്ഞാൽ ഭവാനാൽ, അതായത് അങ്ങയാൽ, യദ്വിനിശ്ചിതം യത് വിനിശ്ചിതം, യത് എന്ന് പറഞ്ഞാൽ യാതൊന്നാണോ, വിനിശ്ചിതം നിശ്ചയിക്കപ്പെട്ടത്, പുംസാം ഏകാന്തത, പുംസാം ഏകാന്തത 2 വാക്കുകളാണ് അവിടെ. പുംസാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്, പുമാന്മാർക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്, ഏകാന്തത നാശമില്ലാത്തതായിട്ടുള്ള, ശ്രേയസ്തന്ന ശംസിതുമർഹസി. ശ്രേയഃ തത് നഹ ശംസിതും അർഹസി. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ശ്രേയഃ എന്ന് പറഞ്ഞാൽ ശ്രേയസ്സിനുള്ള സാധനം, മനുഷ്യർക്ക് നാശമില്ലാത്തതായ ശ്രേയസ്സിനുള്ള മാർഗം. തത് നഹ, തത് എന്ന് പറഞ്ഞാൽ അത്, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, ഞങ്ങളോട്, അഞ്ജസ ക്ഷമിക്കണം, തത് നഹ ശംസിതും അർഹസി. ശംസിതും എന്ന് പറഞ്ഞാൽ പറയുവാനായിട്ട്, അർഹസി എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നു, അതായത് അങ്ങേക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ. മനുഷ്യർക്ക് നാശരഹിതമായിട്ടുള്ള ശ്രേയസ്സിനെ സാധിക്കുന്നതിന് മതിയായിട്ടുള്ള അനുഷ്ഠാനം എന്താണ്, അല്ലെങ്കിൽ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് അതിന് എന്ന് പറയുവാൻ എല്ലാ ധർമ്മശാസ്ത്രാദികളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല അറിവുള്ള, അല്ലയോ ദീർഘായുസ്സുള്ളവനായ സൂത, അങ്ങേക്ക് മാത്രമേ അതിന് കഴിയൂ, അങ്ങ് മാത്രമേ അത് അർഹിക്കുന്നുള്ളൂ, അങ്ങേക്ക് മാത്രമേ അതിനുള്ള അർഹതയുള്ളൂ അത് പറഞ്ഞു കൊടുക്കുവാൻ. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്കത് പറഞ്ഞു തരണം. അതിനു മുൻപേ പറഞ്ഞു, അങ്ങ് അറിയുകയും മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ് എന്നുകൂടി മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിവുണ്ടാകണമേ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതായദ്വിനിശ്ചിതം പുംസമേകാന്തത ശ്രേയസ്തന്ന ശംസിതുമർഹസി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തത്ര തത്ര അഞ്ജസ ആയുഷ്മൻ. അതുകൊണ്ട് തത്ര അഞ്ജസ അകാരം അവിടെ ശ്രദ്ധിക്കുക, അതുപോലെ ആയുഷ്മൻ അതും ശ്രദ്ധിക്കുക. യദ്വിനിശ്ചിതം, യത് വിനിശ്ചിതമാണെങ്കിലും പദം പിരിക്കേണ്ട, യദ്വിനിശ്ചിതം അങ്ങനെ തന്നെ വായിക്കുന്നതാവും കൂടുതൽ ശരിയായിട്ടുള്ളത്. അതുപോലെ പുംസാം ഏകാന്തത, പുംസാം ഏകാന്തത ആണ് പദം പിരിക്കേണ്ട, മായയുടെ എകാരം ശ്രദ്ധിച്ചാൽ മതി വായിക്കുമ്പോൾ. അതുപോലെ അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് ശ്രേയസ്തന്ന ശംസിതുമർഹസി. അവിടെ തത് നഹ, ന കൂട്ടക്ഷരമാണ് അവിടെ. തന്ന ശംസിതുമർഹസി, ശ കൂട്ടക്ഷരമാണ്, അതിന് രണ്ടും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അർഹസിയാണ്, മായയുടെ അകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. പ്രായേണാൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജന മന്ദാസുമന്ദമതയോ
മന്ദഭാഗ്യാഹ്യുപദ്രുതാ പ്രായേണാൽപായുഷസഭ്യ പ്രായേണ അൽപായുഷഃ അൽപായുഷ സഭ്യ ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെ വരുന്നത്. സഭ്യ എന്ന് പറഞ്ഞാൽ സഭയിൽ യോഗ്യനായുള്ളവനെ എന്ന് പറഞ്ഞാൽ ഒരു സഭയ്ക്ക് എന്തുകൊണ്ടും അനുയോജ്യനായിട്ടുള്ളവനെ, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സത്രവേദിയിൽ ആ സഭയിൽ എന്തുകൊണ്ടും അനുയോജ്യനായുള്ളവനെ, യോഗ്യനായുള്ളവനെ പ്രായേണ അൽപായുഷഃ പ്രായേണ മിക്കവാറും, അതായത് ഒരു ശരാശരി ഇതെടുത്ത് പറയുകയാണ്, അൽപായുഷഃ അൽപായുസ്സുള്ളവരാണ്. കലാവസ്മിൻ യുഗേ ജന കലൗ അസ്മിൻ ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കലാവസ്മിൻ. അസ്മിൻ എന്നാൽ ഈ, കലൗ യുഗേ ഈ കലിയുഗത്തിൽ ജനങ്ങൾ മിക്കവാറുമൊക്കെയും അൽപായുസ്സുള്ളവരാണ്. തന്നെയല്ല മന്ദാ സുമന്ദമതയോ മന്ദാ സുമന്ദമതയ ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മന്ദാ സുമന്ദമതയോ. മന്ദ എന്ന് പറഞ്ഞാൽ ഉത്സാഹമില്ലാത്ത, അവർക്കെല്ലാത്തിനും ഒരു മടിയാണ് ചെയ്യാൻ, ഒരല്പം പിന്നോട്ട് നിൽക്കുന്നവരാണ് കർമ്മം ചെയ്യുന്നതിൽ, ഒരല്പം മടിയുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ ഉത്സാഹമില്ലാത്തവരാണ് അവർ. പിന്നെ സുമന്ദമതയ മതി എന്നാൽ ബുദ്ധി, സുമന്ദമതയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധി അല്പം കുറവുള്ളവരാണ്. മന്ദഭാഗ്യാഹ്യുപദ്രുത മന്ദഭാഗ്യ ഹി ഉപദ്രുത ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് മന്ദഭാഗ്യാഹ്യുപദ്രുത. മന്ദഭാഗ്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കുറഞ്ഞവരാണ്. ഹി ഉപദ്രുത ഉപദ്രുത ഹി എന്ന് പറഞ്ഞാൽ ഉപദ്രവമൊക്കെ അനുഭവിക്കുന്നവരാകുന്നു എന്നുള്ളത് ഹി എന്ന് പറഞ്ഞാൽ നിശ്ചയമാണ്. അപ്പോൾ ഇവിടെ പറയാണ്, അല്ലയോ സഭയിൽ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ളവനെ, വിളങ്ങുന്നവനെ, ഈ കലിയുഗത്തിൽ പ്രായേണ ജനങ്ങൾക്കൊക്കെയും ആയുസ് കുറവാണ്, ഉത്സാഹം കുറവാണ്, ബുദ്ധി കുറവാണ്, ഭാഗ്യം കുറവാണ്. അതുപോലെ രോഗാദികളായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരാണ്. കഴിഞ്ഞില്ല, അതിൻ്റെ ബാക്കി ഇനിയും വരുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രായേണാൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജന മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രായേണ അൽപായുഷസഭ്യ, അവിടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ കലൗ അസ്മിനാണ്, കലാവസ്മിൻ, അവിടെ വായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ ജനാ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ഹ്യുപദ്രുത, അവിടെയും ദീർഘവും വിസർഗവുമുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ മന്ദാസുമന്ദമതയോ, മന്ദാസുമന്ദമതയോ ആണ്, അവിടെ സ കൂട്ടക്ഷരമാണ്. അപ്പോൾ വായിക്കുമ്പോൾ സ കട്ടിയിൽ വായിക്കുക. ഇനിയും ചില ഗ്രന്ഥങ്ങളിൽ മന്ദാ എന്നെഴുതിയിട്ട് സുമന്ദമതയോ എന്ന് പ്രത്യേകമായിരിക്കും എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ വായിക്കാം. കൂടുതൽ ശരിയായിട്ടുള്ളത് മന്ദാ സുമന്ദമതയോ കൂട്ടിച്ചേർത്ത് എഴുതുന്നത് തന്നെയാണ് എന്നാണ് പറയാറുള്ളത് ആചാര്യന്മാർ. അപ്പോൾ കഴിയുന്നതും അങ്ങനെ വായിക്കുക. ഇനിയല്ല, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ തിരിച്ചാണെങ്കിൽ അങ്ങനെ വായിക്കുക. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശ അത സാധോത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹിന ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. ഭൂരീണി ഭൂരി കർമാണി. ഭൂരീണി എന്ന് പറഞ്ഞാൽ അനേകം, ഭൂരി കർമാണി
പലതരത്തിലുള്ള കർമ്മങ്ങളോട് കൂടിയവരും ശ്രോതവ്യാനി വിഭാഗശ, ശ്രോതവ്യാനി കേൾക്കുവാൻ യോഗ്യങ്ങളുമായിട്ടുള്ള, വിഭാഗശ എന്ന് പറഞ്ഞാൽ വേറെ വേറെ, അധസാധോത്ര യത്സാരം, അധഃ സാധോ അത്ര, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണത്. അധസാധോത്ര, അധഃ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, സാധോ എന്ന് പറഞ്ഞാൽ അല്ലയോ സാധുവായുള്ളവനെ, നിർമ്മലനായുള്ളവനെ, യോഗ്യനായുള്ളവനെ, അത്ര ഇതിൽ, യത്സാരം സമുദ്ധൃത്യ, യഥസാരം യാതൊരു സാരത്തെക്കുറിച്ചാണോ, ഇത് സാരമായത് യാതൊന്നാണോ അത് സമുദ്ധൃത്യ മനീഷയ, മനീഷയ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് സമുദ്ധൃത്യ, സമുദ്ധരിച്ചിട്ട്, അറിഞ്ഞിട്ട്, മനസ്സിലാക്കിയിട്ട്, കണ്ടെടുത്തിട്ട് എന്നൊക്കെ. ബ്രൂഹി ന ശ്രദ്ധധാനാനാം, ബ്രൂഹി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും, ന എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു തന്നാലും, ശ്രദ്ധധാനാനാം ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അങ്ങയുടെ വാക്കുകൾക്കായിട്ട് കാതോർത്തിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തന്നാലും, ഏന ആത്മാ സംപ്രസീദതി, ഏന ആത്മാ ആണ്, ഏനാത്മാ, ഏന യാതൊന്നുകൊണ്ടും, ആത്മാ ബുദ്ധി, സംപ്രസീദതി വേണ്ട വിധം പ്രസാദിക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഈ പലതരത്തിലുള്ള ശാസ്ത്രങ്ങളെയൊക്കെ ശ്രവിക്കാനോ ധരിക്കാനോ ഒക്കെ, അല്ലെങ്കിൽ നോക്കി അറിയാനും ഒക്കെ ആയുസ്സും ഉത്സാഹവും ബുദ്ധിശക്തിയും ഒന്നും അങ്ങയെപ്പോലെ വേണ്ടത്ര ഇല്ലാത്തവരായതുകൊണ്ട്, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ, അല്ലയോ സാധുവായിട്ടുള്ളവനെ, യോഗ്യനായുള്ളവനെ, ആ തരത്തിലുള്ള ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ സാരത്തെയൊക്കെ അങ്ങയുടെ ബുദ്ധിശക്തി കൊണ്ട് മനസ്സിലാക്കിയിട്ട്, ഗ്രഹിച്ചിട്ട്, ശ്രദ്ധയോടുകൂടിയിരിക്കുന്ന ഞങ്ങളോടും കൂടി അതൊക്കെ ഒന്ന് പറഞ്ഞു തരണമേ. ആ സാരം കേൾക്കുവാൻ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ട്. തന്നെയല്ല, അത് ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സും അങ്ങയെപ്പോലെ പരമശാന്തിയെ പ്രാപിക്കുന്നതാണ്. ഞങ്ങളും ശാന്ത സ്വഭാവക്കാരായിട്ട്, സൗമ്യനായിട്ട് മാറുന്നു. ഇനി ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അധസാധോത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയ, ബ്രൂഹി ന ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. ക്ഷമിക്കണം, ഇതിന് മുൻപ് ഒരു വരികളുണ്ട്. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശ, അധസാധോത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയ, ബ്രൂഹി ന ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വിഭാഗശ, ന ഇവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് അധസാധോത്ര, അധഃ സാധോ അത്ര ആണ്, പദം പിരിക്കേണ്ട, സാ കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധധാനാനാം, ദാ കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ അവിടെ തെറ്റരുത്, ദായും ധായുമാണ്. ദയ എന്നുള്ളതിൻ്റെ ദായും ധനം എന്നുള്ളതിൻ്റെ ധായുമാണ്. അപ്പോൾ ശ്രദ്ധധാനാനാം അവിടെ വായിക്കുമ്പോൾ തെറ്റുവരാൻ സാധ്യതയുള്ളൊരു വാക്കാണത്. അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ ഏനാത്മാ, ഏന ആത്മാ ആണ്, പദം പിരിക്കണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി, ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയ. സൂത ജാനാസി ഭദ്രം തേ, സൂത അല്ലയോ സൂത, ജാനാസി അങ്ങ് അറിയുന്നു, ഭദ്രം തേ, ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളമായിട്ടുള്ളത്, തേ നിനക്ക്, അങ്ങേക്ക് മംഗളമായിട്ടുള്ളത്, ഭഗവാൻ സാത്വതാം പതിഹി, സാത്വതാം സത്തുക്കളായിട്ടുള്ളവരുടെ, ഭക്തന്മാരുടെ പതിഹി പാലകനായ ഭഗവാൻ, ആ
സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയ, ദേവക്യാം വസുദേവസ്യ, ദേവക്യാം ദേവകീദേവിയിൽ, വസുദേവസ്യ വസുദേവരുടെ പത്നിയായിട്ടുള്ള ദേവകീദേവിയിൽ, ജാതഃ അവതരിച്ചു, യസ്യ ചികീർഷയ, ചികീർഷയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു നിർവഹണേച്ഛ കൊണ്ട്, യസ്യ യാതൊന്നിൻ്റെ, അതായത് ഇവിടെ പറയുകയാണ്, അല്ലയോ സൂത, അങ്ങേക്കെല്ലാം അറിയുന്നു, അങ്ങെല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് അങ്ങേക്ക് ഭദ്രം തേ, മംഗളം ഭവിക്കട്ടെ, അങ്ങ് വസുദേവർക്ക് തൻ്റെ പ്രിയപത്നിയായ ദേവകീദേവിയിൽ ഭഗവാൻ വന്ന് അവതരിക്കുകയുണ്ടായി. ആരുടെ? സത്തുക്കളായിട്ടുള്ള ഭക്തന്മാരുടെ പതിയായ ഭഗവാൻ വന്ന്, ആ സാക്ഷാൽ ശ്രീ നാരായണ ഭഗവാൻ വന്ന് അവതരിക്കുകയുണ്ടായി. ഭഗവാൻ അവതരിച്ചത് ചികീർഷയ എന്നാ പറഞ്ഞത്. തൻ്റെ കർമ്മനിർവഹണത്തിനുള്ള അഭിലാഷം കൊണ്ടാണ് ഭഗവാൻ വന്ന് അവതരിച്ചത്. ഇതിൻ്റെ ബാക്കി ഇപ്പോൾ അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്. ഈ ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി, ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയ. പൊതുവെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണ്. പതി എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി 13ാമത്തെ ശ്ലോകമാണ്. തന്ന ശുശ്രൂഷമാണാനാമർഹസ്യംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. തന്ന എന്ന് പറഞ്ഞാൽ തത് നഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. തന്ന, തത് അതിനെ, അതായത് ഭഗവാൻ വന്ന് ഭഗവാന്റെ കർമ്മനിർവഹണത്തിനായിട്ട് വന്ന് ജനിച്ചുല്ലോ ദേവകീദേവിയില. അതിനെ നഹ ഞങ്ങൾക്ക് ശുശ്രൂഷമാണാനാം അർഹസി അംഗാനുവർണിതും. ശുശ്രൂഷമാണാനാം എന്ന് പറഞ്ഞാൽ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക്, ആ കഥയൊക്കെ ഭഗവാന്റെ അവതാര കഥ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക്, അല്ലയോ അർഹസ്യ അംഗാനുവർണിതും. അർഹസി എന്ന് പറഞ്ഞാൽ അങ്ങ് അർഹിക്കുന്നു. എന്ത്? അംഗാനുവർണിതും. അംഗ എന്ന് പറഞ്ഞാൽ അല്ലയോ പൂജ്യനായിട്ടുള്ളവനെ, അങ്ങ് ഇത് അർഹിക്കുന്നു. എന്ത്? അനുവർണിതും. ഇത് ആ കഥ ഭഗവാൻ ഇങ്ങനെ അവതരിക്കുവാനുണ്ടായ ആ സാഹചര്യങ്ങൾ, അതിൻ്റെ ആ ക്രമത്തിൽ ഞങ്ങൾക്ക് വർണ്ണിച്ച് പറഞ്ഞു തരുവാൻ അങ്ങ് അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങാണ് അതിന് യോഗ്യൻ. അങ്ങ് ഞങ്ങൾക്കത് പറഞ്ഞു തന്നാലും എന്ന് ഞങ്ങൾ അത് കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. യസ്യ അവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. യസ്യ അവതാരഃ, യാതൊരുവൻ്റെ അവതാരം, ഭൂതാനാം ഭൂതങ്ങളുടെ അല്ലെങ്കിൽ പ്രാണികളുടെ, ക്ഷേമായ ച ഭവായ ച. ക്ഷേമായ എന്ന് പറഞ്ഞാൽ ക്ഷേമത്തിനായിക്കൊണ്ട്, പാലനത്തിനായിക്കൊണ്ടും, ഭവായ ച അഭിവൃദ്ധിക്കായിക്കൊണ്ടുമാകുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ, അപ്പോൾ ഭഗവാൻ കർമ്മ നിർവഹണത്തിനുള്ള അഭിലാഷമാണെന്ന് പറഞ്ഞു. എന്താണ് ഭഗവാന്റെ കർമ്മനിർവഹണം എന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ, പ്രാണികളുടെ, ഭഗവാന്റെ സൃഷ്ടികളുടെ പാലനവും അതുപോലെ തന്നെ അവയുടെ അഭിവൃദ്ധിയുമാണ് ഭഗവാന്റെ കർമ്മനിർവഹണം എന്ന് പറയുന്നത്. ഭഗവാൻ അതിലെപ്പോഴും തൽപരനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന് വസുദേവന്റെ പ്രിയപത്നിയായ ദേവകീദേവിയിൽ ഭഗവാൻ വന്ന് അവതരിച്ചത്. അത് ക്രമത്തിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും, അങ്ങ് അതിന് അർഹനാണ്, അങ്ങ് അത് അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്ക് മാത്രമേ അതിന് കഴിയൂ. അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. ഇത് ആദ്യമേ എന്നിട്ട് പറഞ്ഞിരുന്നു, അല്ലയോ സൂത അങ്ങത് അറിയുന്നു എന്ന് പറഞ്ഞിരുന്നു. സൂത ജാനാസി എന്ന് തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, അങ്ങയ്ക്ക് അത് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അങ്ങത് പറഞ്ഞു തന്നാലും.
ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തന്ന ശുശ്രൂഷമാണാനാമർഹസ്യംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തന്ന, അവിടെ ന കൂട്ടക്ഷരമാണ്, വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇവിടെ ന എന്നൊരു അക്ഷരം മാത്രമാണ് വരുന്നതെങ്കിൽ അതിന് സംസ്കൃതത്തിൽ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നാവും അർത്ഥം. എന്നാൽ ഇവിടെ വിസർഗവും കൂടി ചേർന്ന് വന്നാൽ അത് ഞങ്ങളോട് എന്നുള്ള, അതൊരു പ്ലൂറൽ, ഒരു ബഹുവചന രൂപത്തിലേക്ക് അത് മാറും. തത നഹ്, അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്നുള്ളതാണ് അവിടെ. ശുശ്രൂഷമാണാനാം അർഹസ്യ അംഗാനുവർണിതും, അത് അത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ശുശ്രൂഷമാണാനാം അർഹസി, അവിടെ മായയുടെ അകാരം ശ്രദ്ധിക്കുക. അർഹസി അംഗ എന്നുള്ള അവിടെയും അകാരമുണ്ട്. സ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെയോ അനുവർണിതും, അവിടെ ഗായുടെ അംഗാനുവർണിതും, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് യസ്യാവതാരോ, യസ്യ അവതാരഹ ആണ്. യസ്യാവതാരോ, അവിടെ സ്യ, അത് ആ അക്ഷരത്തിൻ്റെ അകാരം ശ്രദ്ധിക്കുക. യസ്യാവതാരോ. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.